നമസ്കാരം. സെൽഫിയിലേക്ക് സ്വാഗതം. ടെക്നോളജി രംഗത്ത് ആപ്പിളിന്റെ പുതിയ വിസ്മയം, പിന്നെ ജീവിതവും വിശ്വാസവും ബന്ധിപ്പിക്കുന്ന അരോണ മത്സ്യങ്ങളും. സെൽഫി തുടങ്ങുന്നു. ഗാഡ്ജറ്റുകളുടെ ലോകത്ത് ആപ്പിൾ എന്നും എപ്പോഴും എല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാകും ഓരോ ഗാഡ്ജറ്റുകളിലെയും അധിക ഫീച്ചേഴ്സ്. അക്കൂട്ടത്തിലേക്ക് ഒന്നുകൂടി ആപ്പിൾ സ്മാർട്ട് വാച്ച്. വിപണിയിൽ ഒട്ടേറെ സ്മാർട്ട് വാച്ചുകൾ പല ബ്രാൻഡുകളിൽ ഉണ്ടെങ്കിലും അതിനെല്ലാം കടത്തിവെട്ടും ആപ്പിളിന്റെ മേന്മ. കാത്തിരിക്കാം പുതിയ ഗാഡ്ജറ്റിനായി. അതിനൂതന സാങ്കേതിക വിദ്യയും മനോഹാരിതയും ഒത്തിണങ്ങിയ സ്മാർട്ട് വാച്ച് ജനലക്ഷങ്ങളുടെ പ്രതീക്ഷകൾക്ക് അടിവരയിടുന്നെന്ന പ്രഖ്യാപനത്തോടെയാണ് ആപ്പിൾ സ്മാർട്ട് വാച്ച് അവതരിച്ചിരിക്കുന്നത്. മറ്റ് സ്മാർട്ട് വാച്ചുകളെ വെല്ലുന്ന സവിശേഷതകളോടെയാണ് ആപ്പിൾ വാച്ച്. ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നവരുടെ കാലത്ത് അത്തരക്കാരെ കൂടുതൽ ലക്ഷ്യമിടുന്നുണ്ട് ആപ്പിൾ സ്മാർട്ട് വാച്ച്. ഹൃദയതാളങ്ങൾ മനസ്സിലാക്കിയുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും അറിയിപ്പുകളുമൊക്കെ പ്രധാനം. ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആഡംബര പ്രേമികൾ അതുകൊണ്ട് തന്നെ ഇതിൽ ലക്ഷ്യമിടും. മൊബൈൽ ഫോൺ സേവനങ്ങൾ വാച്ചിലാകുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ സംസ്കാരം പിറക്കും. ഇമെയിൽ, ടെക്സ്റ്റിംഗ്, ഫോൺ കോൾ എന്നിങ്ങനെ സ്ഥിരം ഫീച്ചറുകൾക്ക് പുറമെ ന്യൂസ് ഫ്ലാഷ്, ഹാർട്ട് ബീറ്റ് മോണിറ്റർ, കാറുകളിലേക്കും ഹോട്ടലുകളിലേക്കുമുള്ള ഡിജിറ്റൽ എൻട്രി എന്നിവയും സാധ്യമാക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രയോജനമാകുന്ന മേന്മകൾ, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തും IT രംഗത്തും. iWatchനോട് അനുബന്ധിപ്പിക്കാവുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒരുക്കാനായാൽ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഗുണകരം. വിവിധ വേരിയന്റുകൾ, അതുകൊണ്ട് തന്നെ വിവിധ സാമ്പത്തിക നിലയിലുള്ളവരെയും പ്രലോഭിപ്പിക്കും. അങ്ങനെ പുത്തൻ ട്രെൻഡ് പോക്കറ്റിനിണങ്ങും. You can send a quick sketch, or you can even share something as personal as your own heartbeat. These are subtle ways to communicate that technology often inhibits rather than enables. സവിശേഷതകളേറെയുണ്ടെങ്കിലും പോരായ്മ ഉയർത്തിക്കാട്ടിയാൽ പിന്തിരിയുന്നവരും ഏറെയുണ്ടാകും. 18 മണിക്കൂർ മാത്രമേ വാച്ചിന്റെ ബാറ്ററി ചാർജ് നിലനിൽക്കൂ. ഇതാണ് മടുപ്പിക്കുന്ന പ്രധാന കാര്യം. എന്നാൽ വാച്ചിന്റെ കാര്യക്ഷമതയും സേവനങ്ങളും നോക്കിയാൽ ഈ ബാറ്ററി ചാർജിനെ കുറ്റം പറയാനാവില്ലെന്ന് ആപ്പിൾ. ഇനി വില. ചെറിയ 38mm മോഡലിന് $349 വില. സ്റ്റാൻഡേർഡ് വേർഷന് $549, ഹൈ എഡിഷന് $10,000. കൃത്യം 1 മാസം കാത്തിരുന്ന് ഏപ്രിൽ 10 ബുക്കിംഗ് തുടങ്ങും. ഏപ്രിൽ 24 അമേരിക്ക, കാനഡ ഉൾപ്പെടെ 9 രാജ്യങ്ങളിൽ ആപ്പിൾ വാച്ച് ആഡംബര പ്രേമികളുടെ കയ്യിലെത്തും. Creating beautiful objects that are as simple and pure as they are functional, well, that's always been our goal at Apple. Apple Watch has a whole range of products enabling millions of unique designs, unparalleled personalization, both in appearance and capability. വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കും. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് കേട്ടിട്ടില്ലേ?
ആ വിശ്വാസത്തിൽ നീന്തി കളിക്കുകയാണ് അരോണ മത്സ്യക്കുഞ്ഞുങ്ങൾ. ചൈനയിൽ നിന്നുള്ള 1/2 കോടിയോളം വരെ വില വരുന്ന ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ചിലരെങ്കിലും ആശ്രയിക്കുന്നു. ജീവിതത്തിൽ പണവും പ്രതാപവും ഐശ്വര്യവുമൊക്കെ ഇവറ്റകൾ നേടിത്തരും എന്ന് ചിലരെങ്കിലും കരുതുന്നു. അക്വേറിയത്തിൽ അരോനയുണ്ടെങ്കിൽ ചുറ്റുപാടും പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്ന ചൈനീസ് വിശ്വാസത്തിന് ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. 4000 മുതൽ 48 ലക്ഷം വരെ വില വരുന്ന അരോന എന്ന അലങ്കാര മത്സ്യത്തെ സ്വന്തമാക്കാൻ മലയാളികളും ഏറെയാണ്. അലങ്കാര മത്സ്യകൃഷി ട്രെൻഡായി മാറിയ ബംഗളൂരുവിൽ ഏറ്റവും കൂടുതൽ വിറ്റൊഴിയുന്ന മത്സ്യങ്ങളിലൊന്നാണ് അരോന. ശാസ്ത്രീയമായ അടിത്തറകൾ അന്വേഷിക്കാതെ തന്നെ അലങ്കാര മത്സ്യപ്രേമികൾ അരോനയുടെ അത്ഭുത സിദ്ധിയിൽ വിശ്വസിക്കുന്നു. ഏതു പരിമിതമായ സൗകര്യങ്ങളിലും അരോനയ്ക്കായി അക്വേറിയം ഒരുക്കാമെന്നതിനാൽ ടെക്കി നഗരത്തിലെ മലയാളികൾക്കിടയിൽ അരോന സജീവമായി കഴിഞ്ഞു. മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് ബംഗളൂരുവിൽ അലങ്കാര മത്സ്യകൃഷിയിൽ സജീവമായ പാലക്കാട്ടുകാരൻ രാജ്കുമാർ മോഹൻ അരോനയുടെ സ്വീകാര്യതയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ബേസിക്കലി ഈ അരോനാസ് എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ എന്ന് മനസ്സിലായ ആ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നൈട്രജൻ ഫോസിൽ ഡേറ്റിംഗ് പറയത്തില്ലേ, നൈട്രജൻ ഫോസിൽ ഡേറ്റിംഗിൽ നമ്മൾ നോക്കുമ്പോൾ അരോന ഫോസിൽസ് ആർ 2 million years ബാക്ക് ഡേറ്റഡ്. അപ്പോൾ വി ബിലീവ് സയൻറ്റിഫിക്കലി ദറ്റ് ദേ ഹാവ് ലിവ്ഡ് ഇൻ ദ ഏജസ് ഓഫ് ഡ്രാഗൺസ്. അപ്പോൾ ഡ്രാഗൺ ഏജ്, അത് കഴിഞ്ഞിട്ട് ഡൈനോസർ ഏജ്, അത് കഴിഞ്ഞിട്ട് ഐസ് ഏജ്, അത് കഴിഞ്ഞിട്ടാണ് കറണ്ട് വേൾഡ്. അപ്പോൾ ഇത്ര യുഗങ്ങളായിട്ട് അത് ജീവിച്ചിരിക്കുന്ന ഒരു ഇതാണ് പ്രാണിയാണ് അരോണ. അപ്പം അതും വെച്ചിട്ടാണ് ഈ ചൈനീസ് ഫെൻഷുയിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് അരോണാസ് ഹാവ് വെരി സ്ട്രോങ് പോസിറ്റീവ് എനർജി വിത്തിൻ ദം. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആയിട്ട് എല്ലാവരും മേടിക്കുന്നത്. ദ ആൽബിനോ റെഡ് ഐ വൺസ് ഒരാൾ പോലും മേടിക്കുന്നില്ല. പക്ഷെ ചൈനയിൽ എല്ലാ മാസം റിക്വയർമെന്റ്സ് നോക്കിയാൽ 1000 നമ്പേഴ്സാണ്. ഇതിൻ്റെ തൗസൻഡ്സ് ആൻഡ് 1000 നമ്പേഴ്സാണ് സിംഗപ്പൂരിൽ നിന്ന് ചൈനയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അപ്രോക്സിമേറ്റ്ലി എവ്രിബഡി ഹാസ് 1 ഫെൻഷു ഫിഷ് ഇൻ ദെയർ കൗണ്ടർ. അങ്ങനെയാണ്, അത്രയും വിശ്വസിച്ചാണ് അവർ മേടിക്കുന്നത്. അത്രയും പൈസ അവർ ഇറക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ നല്ല പോകുന്നുണ്ട്, കർണാടക പോകുന്നുണ്ട്, തമിഴ്നാട് ഇനിയും അത്രയ്ക്ക് ആയിട്ടില്ല ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് സ്പെൻഡിങ് മണി ഓൺ ദിസ് ടോപ്പിക്. ആന്ധ്രാപ്രദേശ് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹൈദരാബാദിലോട്ട് കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് സാധനം നോക്കി 5 ലക്ഷം രൂപയാണ്. ഏതായാലും വീട്ടിൽ ഒരു അക്വേറിയം ഉള്ളത് മനസ്സിന് കുളിര് പകരുന്ന കാഴ്ചയാണെന്നതിൽ തർക്കമില്ല. പരിചരിക്കാനുള്ള ബുദ്ധിമുട്ടും സ്ഥലം മുടക്കവും പണച്ചെലവും എല്ലാം മറന്ന് ആളുകൾ അലങ്കാര മത്സ്യങ്ങളെ വീട്ടിൽ വളർത്തുന്നത് ഈ കാഴ്ചാസുഖം മാത്രം കണക്കിലെടുത്താണ്. എങ്കിൽ പിന്നെ കാഴ്ചയിൽ സുന്ദരിയും ഭാഗ്യദായകിയുമായ അരോന തന്നെയായാൽ എന്താണെന്നാണ് ആവശ്യക്കാരുടെ ചോദ്യം. മാത്രമല്ല, ടെൻഷൻ നിറഞ്ഞ ജോലിക്ക് ശേഷം വീട്ടിലെത്തുമ്പോൾ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു അക്വേറിയം ഉണ്ടെന്ന വിശ്വാസം മാത്രം മതി ടെൻഷൻ ഫ്രീ ആകാൻ. ஃபிஷ் போட்டவருக்கு ரொம்ப நல்ல ஒரு மாற்றம் தெரிஞ்சிச்சு. டிஃப்ரென்ஸ் நிறைய இருக்குது பிஸ்னஸில் எல்லா விஷயத்துலையும். ஸோ வி ஆர் வெரி ஹாப்பி வித் திஸ் ஃபிஷ் ஆக்சுவலி. அண்ட் அர்லியர் வி ஹேட் லாட் ஆஃப் இஷ்யூஸ் கீப்பிங் திஸ். இந்த மீன் வைக்கிறதுக்கு முன்னாடியே ரொம்ப ப்ராப்ளம் இருந்துச்சு. சரி வைக்கலாம், ரொம்ப வாஸ்து அப்படி நிறைய பேர் சொன்னாங்க. வைக்கலான்னு வச்சுருக்கோம். பட் வி ஆர் சீங் நிறைய நல்ல குட் திங்ஸ் ஆர் ஹேப்பனிங். இதை பற்றி நான் ஒரு வாட்டி என் ஃப்ரெண்டு மூலியமாக அவர் கடைக்கு போயிருந்தேன். அப்போ ஒரு வந்த போய் தான் நம்ம கடன் காமிச்சார். பட் உள்ளே போகும்போது அப்போ தான் இந்த மீனை வந்து ஒரு 10 inches நான் பார்த்தேன், 9 inches. சரி பார்த்தேன், எனக்கு பிடிச்சி போயிடுச்சு. நான் சொன்னேன், இல்லை இது இதே தான் எனக்கு வேணும் அப்படின்னு. சரி நான் இப்போ எடுத்தது ஆல்மோஸ்ட் இப்போ ஒரு 6 months ஆகுது. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളുടെ കാലം മുതൽ അരോനയുണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. 4 യുഗങ്ങളെ അതിജീവിച്ച ഈ മത്സ്യത്തിന്റെ അതിജീവന ശേഷിയാണ് ഇവനെ താരമാക്കുന്നത്.
5 മിനിറ്റ് നേരം വരെ കരയിൽ കഴിയാനും ഈ ജലജീവിക്ക് കഴിയുമത്രേ. ചുറ്റുപാടിനെ ഉന്മേഷഭരിതമാക്കാനും സൗഭാഗ്യം വർദ്ധിപ്പിക്കാനും ഇതിനാകുമെന്ന വിശ്വാസത്തിന് പിന്നിലും ഈ ചരിത്രമാണ്. ചൈനയിൽ ഡ്രാഗൺ ഫിഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ ആർക്ക് വേണേലും സ്വന്തമാക്കാവുന്ന തരക്കാരനല്ല അരോന. വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ ലൈസൻസും അനുമതിയും ഉണ്ടെങ്കിലേ അരോനയെ വീട്ടിൽ വളർത്താനാകൂ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ, ബാംഗ്ലൂർ, കർണാടക ഡിമാൻഡ് ഇസ് ടു ഹൈ because you have people who have more crazy and you have people who have more believe on Asian arowanas. The Asian arowanas-il uttri varieties ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഗ്രീൻ അർവാന, ബഞ്ചാർ റെഡ്, പിന്നെ RTG റെഡ് ടൈൽ ഗോൾഡൻ അർവാന, പിന്നെ ഗോൾഡൻ ക്രോസ് ബാക്ക് അർവാന എന്ന് പറയും, ചില്ലി റെഡ് അർവാന എന്ന് പറയും. ഒന്നൊന്നും ഓരോരു കാറ്റഗറി, ഓരോരു ഗ്രേഡുമാണ് റേറ്റ് വൈസ്. ഇപ്പോൾ നമ്മൾ ഗ്രീൻ അർവാന എന്ന് പറയുന്നത് റെഗുലർ വെറൈറ്റിയാണ്, ലീസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് 3500 രൂപ, 4000 രൂപ, 5000 രൂപ ആ റേറ്റിൽ കിട്ടും. ബഞ്ചാർ റെഡ് തൊട്ട് നമ്മൾ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നമുക്ക് ബഞ്ചാർ റെഡിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മിനിമം ചാർജ് 8000 റുപ്പീസ് വരും. ഏറ്റവും ഹയസ്റ്റ് എന്ന് നോക്കിയാൽ റെഡ് ഐ, അതായത് അൽബിനോ ഐ എന്ന് വരുന്ന, ബ്ലാക്ക് ഐബോൾസ് ഉണ്ടാവില്ല, അൽബിനോ ഐബോൾസ് വരുന്നതാണ്. ഗോൾഡൻ ക്രോസ് ബാക്ക്, അൽബിനോ ഗോൾഡൻ ക്രോസ് ബാക്ക് എന്ന് പറയുന്നത് 44 ലക്ഷം രൂപയാണ്. ഇന്ത്യയിൽ അത് ഇതുവരെയ്ക്കും ആരും വാങ്ങിച്ചിട്ടില്ല. ആക്ച്വലി നമ്മൾ ട്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഫുള്ള് സിംഗപ്പൂരിൽ നിന്നാണ്. അത് മലേഷ്യയിലും വിൽക്കുന്നുണ്ട്, മലേഷ്യയിലും അതിൻ്റെ ഫോംസ് ഉണ്ട്, ബാങ്കോക്കിലും അതിൻ്റെ ഫോംസ് ഉണ്ട്. ബട്ട് വി ആർ ട്രേഡിങ് ത്രൂ സിംഗപ്പൂർ. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ലൈവ് സാധനമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലൈവ് സാധനത്തിൽ റിസ്ക് കൂടുതലാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. സാധനം ചിലപ്പോൾ വരും, ചിലപ്പോൾ അത് ഉയരോടെ ഇരിക്കാം. സം ഫെയിലിയർ, ഫ്ലൈറ്റ് ഡിലേ, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് പാക്കറ്റ് ഫെയിലിയർ ആയിരിക്കാം, മീൻ ചത്ത് കിടക്കും. പിന്നെ അങ്ങനത്തെ റിസ്കുകൾ ഒത്തിരി ഉണ്ട്. റിസ്ക് ബേറാൻ തയ്യാറായിട്ട് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ നോളജ് ഉണ്ടായിരുന്ന അതിൽ നല്ല രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാകുന്നുണ്ട്, 100% പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ ഈ റിസ്ക്കും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൻ്റെ കണ്ടീഷൻസ് കറക്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രീതിയിൽ സെറ്റ് ആകും. ബേസിക്കലി ഇതെല്ലാം കാർണിവോറസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഹണ്ട് ചെയ്ത് തിന്നുന്ന ഒരു ജീവികളാണ്. അപ്പോൾ ഇതിന് നമ്മൾ കോക്രോച്ചസ്, ക്രിക്കറ്റ്സ്, മീൽ വോംസ്, പിന്നെ ചെറിയ ചെറിയ ഫ്രോഗുകൾ, അതല്ലാണ്ട് ഇപ്പോൾ പാക്കറ്റ് ഫുഡ്, അരോണ ഫുഡ് സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്, അതും കൊടുക്കാം. അപ്പം ഇതെല്ലാം അതെടുക്കും, നല്ല രീതിയിൽ വളരും. ഇപ്പം നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തത് 3-4 കൊല്ലത്തിൻ്റെ മീനുകളുണ്ട്, നല്ല വലുതായിട്ട് നല്ല സൈസായ മീനുകളുണ്ട്. ആഫ്രിക്കയിൽ കണ്ടുവരുന്ന അരോനയ്ക്കാണ് ഏറ്റവും വില കുറവ്. ഏഷ്യൻ വിഭാഗത്തിൽപ്പെടുന്ന അരോനകൾക്കാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ, ബാങ്കോക്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവ ഇറക്കുമതി ചെയ്യുന്നത്. തിന്നാനായാലും വളർത്താനായാലും മത്സ്യം മലയാളികളുടെ വീക്ക്നെസ് ആണ്. കുടംപുളിയിട്ട് വെച്ച നാടൻ മീൻകറിക്കും ചില്ലുകൂട്ടിൽ നീന്തി തുടിക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങൾക്കും മലയാളിയുടെ മനസ്സിൽ തുല്യസ്ഥാനം. മികച്ച വരുമാനമുള്ള ബിസിനസ് കൂടിയായി അലങ്കാര മത്സ്യങ്ങൾ മാറിക്കഴിഞ്ഞു. വിശ്വാസത്തെക്കാൾ ഉപരി വിനോദത്തിന്റെ ഭാഗമാണ് അലങ്കാര മത്സ്യങ്ങൾ. എന്നാൽ വിനോദത്തോടൊപ്പം വിശ്വാസവും ഇടകലർന്നപ്പോൾ അരോന അകത്തളങ്ങളിലെ താരമായി. ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞില്ലേ ഒരു ചിത്രകാരിയെക്കുറിച്ച്, അതാണ് കനിഷ്ക. കനിഷ്ക നിങ്ങളെ പലതും ഓർമ്മിപ്പിക്കും, ചിന്തിപ്പിക്കും. കനിഷ്കയുടെ കലാ അഭിരുചിയും കലാ താല്പര്യങ്ങളും വിലയിരുത്താൻ ഈ 2 വയസ്സുകാരിയെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. കനിഷ്ക തൃശൂർ പേരാമംഗലത്ത് ബിജീഷിന്റെയും ശാരിയുടെയും മകൾ. ചിത്രകാരിയായ അമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവളും വരയ്ക്കുകയാണ്. നിറങ്ങൾ ബ്രഷിൽ ചാലിച്ച് ക്യാൻവാസിലേക്ക് അലക്ഷ്യമായുള്ള കുത്തിച്ചാർത്തുകൾ. വീഴാതെ നടക്കുവാനോ വ്യക്തമായി സംസാരിക്കുവാനോ പ്രായമാകാത്ത കനിഷ്കയുടെ കല തീർച്ചയായും കൗതുകമുള്ളതാണ്. പലതരത്തിൽ അതിൽ പലതുമൊക്കെ കണ്ടെടുക്കാനാവും.
വെറുതെ ആസ്വദിക്കാം. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നോക്കിയെടുക്കാം. പിന്നെ ആധുനിക കലയുടെ ചേരുവകളും. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ മോളിങ്ങനെ പെയിന്റുകളോട് ഭയങ്കര ഇഷ്ടമാണ്, വരയ്ക്കുന്നുണ്ട്. ചിലത് മാത്രം വരയ്ക്കുമ്പോൾ നമ്മളോട് പറയും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് തന്നെ നമുക്കറിയില്ല. ഇപ്പം ചിമ്പാൻസീനൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷെ മോൾ ഇതേവരെ ചിമ്പാൻസീനെ കണ്ടിട്ടും കൂടിയില്ല. അപ്പോൾ പക്ഷെ അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഇപ്പോൾ മോളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കളേഴ്സ് ആദ്യം പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ചില കളേഴ്സൊക്കെ ബ്ലൂ റെഡൊക്കെ ഐഡൻറ്റിഫൈ പറയും. അല്ലാത്തത് ആൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കളർ വേണം എന്ന് കാണിക്കും. എന്നിട്ട് തന്നെ മിക്സിംഗ് ഒക്കെയാണ് ബ്രഷ് ചെയ്തിട്ട്. നല്ല മിക്സിംഗ് ആണ്, നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ കിട്ടാറുണ്ട്. ചിത്രകല അറിയുന്നവർക്കും കലാതൽപരർക്കും കനിഷ്കയിൽ ഒരു പ്രതീക്ഷയുണ്ട്. കേരളത്തിലും ഗൾഫിലുമായി നടത്തിയിട്ടുള്ള ലൈവ് ചിത്രരചനകളും നേടിയ പുരസ്കാരങ്ങളും കനിഷ്കയെ വലുതാക്കുന്നു. ഒരിക്കൽ മോഹൻലാലും വിസ്മയം കൂടി. അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് എന്നാണ് മോളുടെ പെയിൻറ്റിങ്സിനെ പറയുന്നത്. അപ്പോൾ മോളുടെ പെയിൻറ്റിങ്സ് ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഇൻ്റർനാഷണലി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ അബ്സ്ട്രാക്ട് എന്നുള്ള ലെവലിൽ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, അതായത് നല്ല വർക്കാണ്. പോലെ തന്നെ ഈ പേജ് എല്ലാതും പേജ് ആയാലും ക്യാൻവാസ് ആയാലും ആ സ്പേസ് മോള് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറ് മോളുടെ വർക്ക് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ചെറിയ പ്രായത്തിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ അനുഗ്രഹിക്കുകയൊക്കെ ഉണ്ടായി. എല്ലാ പെയിൻറ്റിങ്സും ഒന്നിൽ നിന്ന് വ്യത്യസ്തതയുള്ള പെയിൻറ്റിങ്സ് ആണ്. ഒന്നും സെയിം ആയിട്ടുള്ള ഒറ്റ പെയിൻറ്റിങ്സും ഇല്ല. ഇപ്പം തന്നെ ഒരു 100ലും കൂടുതൽ പെയിൻറ്റിങ്സ് ഉണ്ട്. പക്ഷെ ആ എല്ലാ പെയിൻറ്റിങ്സും ഒന്നിൽ നിന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. ഇത് കൊച്ചുകുട്ടിയുടെ വെറും കുത്തിവരയല്ലേ? ഇങ്ങനെയാണ് വിമർശനം. കുറേ ആളുകൾ കണ്ടിട്ട് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലവർ വന്നിട്ട് പറയും, ഇത് എന്താ ചെറിയ കുട്ടി ചെയ്ത് കുത്തി കോറി വരച്ചിട്ടുള്ളതല്ലേ, കുറേ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് പെയിൻറ്റിങ് ഇഷ്ടമാണ്, അവർ ഫിംഗർ പെയിൻറ്റിങ്ങാണ് ചെയ്യുക, ബ്രഷ് യൂസ് ചെയ്യില്ല. അപ്പോൾ പറയും ബ്രഷ് യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യില്ലെന്ന്. ഇല്ല, നമ്മളിപ്പോൾ മോണ്ടിസോറി ക്ലാസ്സിലാണെങ്കിലും കുട്ടികളെ കൊണ്ട് പെൻസിൽ പിടിപ്പിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യാൻ. മോള് 8 മാസം തൊട്ടിട്ട് തന്നെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുത്തിക്കോറി വര എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അബ്സ്ട്രാക്ട് ശരിക്കും കുത്തിക്കോറി പോലെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലേഡീസിൻ്റെ ഫിഗേഴ്സ്, ആനിമൽസിൻ്റെ ഫിഗേഴ്സ്, അങ്ങനെ പല പല ഫിഗേഴ്സ് നമുക്കത് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഇന്റർനാഷണൽ ആർട്ട് ഫെയർ ദുബായിൽ വെച്ച് നടന്നു 2014. അതിൽ മോളേനെ അവർ സ്പോൺസർ ചെയ്തിരുന്നു. മോൾ അവിടെ പോവുകയും അവിടെ പിന്നെ ലൈവ് സ്റ്റേജ് ഷോസ് 2 ദിവസം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ, പല നാഷണാലിറ്റീസിലുള്ള ആളുകൾ വന്നിട്ട് മോളിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ വരുന്ന സമയത്ത് മോൾ ശരിക്കും ഫീഡിങ് ബോട്ടിൽ കൊണ്ട് കിടന്ന് ഉറങ്ങുകയായിരിക്കും. അപ്പോൾ ശരിക്കും ആർട്ടിസ്റ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ആർട്ടിസ്റ്റ് ഉറങ്ങുകയാണ് എന്നുള്ള ഇതിൽ കാണിക്കുമ്പോൾ അവർ സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ട് പറയും ഓക്കെ ഗോഡ് ബ്ലെസ് എന്നാണ് എല്ലാവരും പറയുന്നത്. പറഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട് ഇനി വലുതായി കഴിഞ്ഞാൽ ആള് എങ്ങനെയായിരിക്കും ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരയുടെ കാര്യത്തിൽ കനിഷ്കയെ മാതാപിതാക്കൾ വെറുതെ അവളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. അവൾ വരയ്ക്കട്ടെ, വളരട്ടെ. ഈ ആഴ്ചത്തെ സെൽഫിയിൽ ഇത്രയേ ഉള്ളൂ. സെൽഫിയിൽ ഉൾപ്പെടുത്താവുന്ന നല്ല വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്നെ എഴുതി അറിയിക്കാം. പ്രൊഡ്യൂസർ സെൽഫി, മനോരമ ന്യൂസ്, അരൂർ PO, ആലപ്പുഴ എന്നുള്ള വിലാസത്തിൽ. വീണ്ടും കാണാം.